നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സുപ്രീം കോടതി വിധി കടന്നുകയറ്റമാണ് എന്നും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർലമെന്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വിഷയം തമിഴ്നാടിന്റേത് പോലെയല്ല എന്നും ആർലേക്കർ വ്യക്തമാക്കി. അത് വ്യത്യസ്ത കാര്യമാണ്. ഗവർണർക്ക് ബില്ലുകൾ തീർപ്പാക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ നിരീക്ഷണം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ കോടതി പറയുന്നത് ഗവർണർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്യണമെന്നാണ്. അങ്ങനെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം കേട്ട ബെഞ്ച് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതായിരുന്നുവെന്നും അവർ ചർച്ച ചെയ്ത വിഷയം ഒരു ഭരണഘടനാ വിഷയമായിരുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ബില്ലിന് അംഗീകാരം നൽകാൻ ഗവർണർക്ക് ഭരണഘടന ഒരു സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് സുപ്രീം കോടതി 1 മാസമോ 3 മാസമോ ആകട്ടെ സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ ഭേദഗതിയായി മാറുന്നു. ഭരണഘടനാ ഭേദഗതി കോടതിയിലാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനാണ് എന്നും അദ്ദേഹം ചോദിച്ചു. ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താനുള്ള അവകാശം പാർലമെന്റിന്റേതാണ്. ഭേദഗതിയെ അനുകൂലിച്ച് നിങ്ങൾക്ക് മുന്നിൽ 2 ഭൂരിപക്ഷം വേണം. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണോ ഭരണഘടനാ വ്യവസ്ഥയുടെ വിധി തീരുമാനിക്കുന്നത്? ഇവിടെ ജുഡീഷ്യറിയുടെ അതിരു കടന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു നിശ്ചിത സമയപരിധി ഉണ്ടായിരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷേ അത് പാർലമെന്റ് തീരുമാനിക്കണം. തമിഴ്നാട് ഗവർണർക്ക് ബില്ലുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. വ്യത്യസ്ത കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ടല്ലോ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ കെട്ടിക്കിടക്കുന്നില്ലേ? അതിന് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ചില കാരണങ്ങളും ഉണ്ടെങ്കിൽ ഗവർണർക്കും അതുപോലെ ചില കാരണങ്ങളുണ്ടാകാം. അത് അംഗീകരിക്കണം. ഒരു സമയപരിധി വേണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പാർലമെന്റിലൂടെ ജനങ്ങൾ അത് ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളത്തിൽ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ലെന്നും രാജ്ഭവനിലേക്ക് അയച്ച ബില്ലുകളെക്കുറിച്ച് ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയച്ചിരുന്നു. ഭരണഘടനയുടെ വ്യവസ്ഥകൾ പ്രകാരം രാഷ്ട്രപതി അനുമതി നിഷേധിച്ചിട്ടുണ്ട്. പ്രശ്നം അവിടെ അവസാനിച്ചു. നിലവിൽ രാജ്ഭവന് മുന്നിൽ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്നും ഇതുവരെ തങ്ങൾക്കിടയിൽ വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഞങ്ങൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവ പരിഹരിക്കുകയും ചെയ്തു. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾക്ക് എപ്പോഴും പരിഹാരമുണ്ടെന്നതാണ് എൻ്റെ വാദം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുക എന്നത് മാത്രമാണ് ഏക ആവശ്യം. ഇരുന്നു ചർച്ച ചെയ്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും, ആർലേക്കർ അഭിപ്രായപ്പെട്ടു.